ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് രാവിലെ 5 മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഈ സമയത്ത് എഴുന്നേൽക്കും. അപ്പോഴും പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. പക്ഷേ മഞ്ഞൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോ അങ്ങനെ എടുത്തതാണ്. രാവിലെ ഉള്ള നമ്മുടെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ രാവിലെ കുളിച്ചു, വിളക്കൊക്കെ കൊളുത്തി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ, വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. പിന്നെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം നാമമൊക്കെ ചെല്ലും എന്ന പതിവുണ്ട്. അങ്ങനെ കുറച്ച് നേരം നാമമൊക്കെ ചെല്ലി ഈ 5 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ കാരണം സമയം ഒന്നിനും കിട്ടത്തില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ശീലം ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ എഴുന്നേൽക്കും. പിന്നെ നാമമൊക്കെ ചെല്ലിയിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കടക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നീട് 1-ാം തീയതി ആയതുകൊണ്ട് അതിനുശേഷം ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കരുതി. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഇന്ന് പിന്നെ വൃശ്ചിക മാസം 1-ാം തീയതിയും അതുപോലെ പ്രധാനപ്പെട്ട ദിവസവും ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് കരുതി. ഇപ്പോഴൊരു 7-7:30 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നല്ല മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട്, മൂടൽ പോലെ. കുറച്ച് പൂവ് നിൽക്കുന്നുണ്ട്, അത് പറിക്കുകയാണ്. മന്ദാരത്തിൻ്റെ പൂവാണ്. ഒരുപാട് പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന പതിവുണ്ട്. ശംഖുപുഷ്പവും മന്ദാരവും തുളസിയിലയൊക്കെ പറിച്ചുകൊണ്ട് പോകും. ഇന്ന് പിന്നെ സമയം കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ച് മന്ദാരത്തിൻ്റെ പൂവ് കുറച്ച് പറിച്ചുകൊണ്ട് പോകാമെന്ന്. നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പൂവോ എണ്ണയോ അതേപോലെ എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കരുതണമെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണയുണ്ട്, അന്നേരം പിന്നെ കുറച്ച് മന്ദാരത്തിൻ്റെ പൂവും കൂടെ പറിക്കാമെന്ന് കരുതി അങ്ങനെ പറിക്കുന്നതാണ്. നല്ല രസമാണ് ഈ മന്ദാരത്തിൻ്റെ പൂവ് കാണാൻ. തൈ പിടിച്ച് ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. മന്ദാരത്തിൻ്റെ പൂവ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ മന്ദാരം. ഇതാണ് മന്ദാരത്തിൻ്റെ പൂവ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് കാണിച്ചത്. അങ്ങനെ പൂവൊക്കെ പറിച്ചു. ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇതാണ് അമ്പലം, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ഇവിടെ നല്ല വലിയ ഉത്സവമൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. പിന്നെ അമ്പലത്തിൽ ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി ആയതുകൊണ്ട് കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. ഇനിയിപ്പം മിക്കവാറും ദിവസങ്ങളിൽ കഞ്ഞിസദ്യയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ 1-ാം തീയതി, ആയില്യം, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ ഈ അമ്പലത്തിൽ കഞ്ഞിസദ്യ ഉണ്ട്. സ്കൂളും അടുത്ത് തന്നെയാണ്, ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ സ്കൂളും ഉണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഞാനും കഞ്ഞിയൊക്കെ കുടിച്ചു അവിടുന്ന്. അതിനുശേഷം വന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ആക്കാമെന്ന് കരുതി. ദോശ, ഇഡലി, പുട്ട് എല്ലാവരും മടുത്തു. അന്നേരം പിന്നെ ഇടിയപ്പം, ഇതിപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പീച്ചിയാൽ മതിയല്ലോ. ഇങ്ങനെ കറക്കുന്നത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. എന്തായാലും അത് നമുക്ക് 2-3 തട്ട് മതിയല്ലോ എന്ന് കരുതി അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. ഞാൻ പോയപ്പം തന്നെ മാവ് തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നു. പിന്നീട് ഇവിടെ ഇടിയപ്പത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നും നിർബന്ധമില്ല. പഞ്ചസാരയോ പാലോ ഒക്കെ മതി. എല്ലാവരും പറയും ഇടിയപ്പത്തിന് കറിയില്ലാതെ എങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെ ഇടിയപ്പത്തിനും പുട്ടിനും ഒന്നും പ്രത്യേകിച്ച് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ പഞ്ചസാരയോ പഴമോ ഒക്കെ കൂട്ടി തന്നെ കഴിക്കുന്നതാണ്. പിന്നെ കറി ചില ദിവസം വെക്കും, വേണമെങ്കിൽ. താല്പര്യമില്ല, വേണമെങ്കിൽ വെക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ്. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയായി. ഇനിയിപ്പം ചായയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയി. എനിക്ക് കഞ്ഞി കുടിച്ചതുകൊണ്ട് അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചേട്ടന് 8-8:30-9 മണിക്കുള്ളിൽ കാപ്പി കൊടുക്കേണ്ടതുകൊണ്ട് അതിൻ്റെ ധൃതി പിടിച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി കാപ്പിയും കൂടി ഇട്ടാൽ മാത്രം മതി. പിന്നീട് ഞാൻ മുട്ടയൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടയും ഇടിയപ്പത്തിന് പഞ്ചസാര മതി, അത് പിന്നെ പഴവും അതൊക്കെ മതി ഞങ്ങൾക്ക് കാപ്പി കുടിക്കാൻ. അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. വൃശ്ചിക മാസം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം മീനും മുട്ടയൊന്നും അയ്യപ്പന്മാരുണ്ടെങ്കിൽ അത് പാടില്ല. പക്ഷേ ഇവിടെ ആരും ശബരിമലയിലൊന്നും ഇപ്രാവശ്യം പോകുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ മീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 41 ദിവസത്തെ വ്രതമായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ 41 ദിവസം വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ മണ്ഡലകാല വ്രതം എടുക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് എടുക്കാറുണ്ട്.
ഇനിയിപ്പം വേറെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.